IPL എന്ന ടൂർണമെൻറ്റ് കാരണം സ്വന്തം രാജ്യത്തെ പ്ലെയറിനെ തന്നെ ഇന്ത്യൻസ് ഹേറ്റ് ചെയ്യുകയാണ്. ചൊക്ലി എന്നും സെൽഫിഷ് എന്നും സ്ട്രൈക്ക് റേറ്റ് ഇല്ലാത്തവനെന്നും നിങ്ങൾ വിമർശിക്കുമ്പോൾ ദ റൺ മെഷീൻ, ചേസ് മാസ്റ്റർ, മാച്ച് വിന്നർ, കിങ് എന്നീ പേരുകളിൽ അയാൾ അറിയപ്പെടാനുള്ള കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു കാലഘട്ടത്ത് അയാൾ നേടിയ 50സിനേക്കാളും കൂടുതൽ സെഞ്ചുറി അയാൾക്കുണ്ടായിരുന്നു. ക്രിക്കറ്റ് ചരിത്രത്തിലെ ടെസ്റ്റ്, T20, ODI ഫോർമാറ്റിൽ ഒന്നാം നമ്പർ ബാറ്റ്സ്മാനാവാൻ കോഹ്ലിക്ക് സാധിച്ചിട്ടുണ്ട് ഒരേ സമയത്ത്. അന്ന് അദ്ദേഹത്തിനെ ലോകം റൺ മെഷീൻ എന്ന് വിളിച്ചു. എത്ര വലിയ സ്കോർ പിന്തുടരുമ്പോഴും അദ്ദേഹം നോട്ടൗട്ടാണെങ്കിൽ ആ മാച്ച് ഇന്ത്യ തോറ്റിട്ടുണ്ടാവുകയില്ല. ഒരു കാലത്ത് വൺ ഡേ ക്രിക്കറ്റിൽ 350 എന്ന ലക്ഷ്യം ചേസ് ചെയ്യാൻ അനായാസമായിരുന്നില്ല. ഇന്ത്യ 3 തവണ 350 എന്ന റൺ ചേസ് ചെയ്തപ്പോഴും വിരാട് അവിടെ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തെ ലോകം വിളിച്ചു ദി ചേസ് മാസ്റ്റർ. ഫുട്ബോൾ ലോകത്തിന് ബാലൻഡോറും ഗോൾഡൻ ബോളും എത്ര പ്രശസ്തമാണോ അതുപോലെ തന്നെയാണ് ക്രിക്കറ്റ് ലോകത്തിന് ICC പ്ലെയർ ഓഫ് ദ ഇയറും പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡും. അങ്ങനെ നോക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ICC പ്ലെയർ ഓഫ് ദ ഇയറും ടൂർണമെൻറ്റ് അവാർഡ് ഏറ്റവും കൂടുതൽ നേടി ഒന്നാം സ്ഥാനത്ത് 10 നേടി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വിരാട് കോഹ്ലിയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കുമാർ സംഗക്കാരയ്ക്ക് 4 ഉള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. 3-4 സ്ഥാനങ്ങളുള്ള MS ധോണി, AV de Villiers, സ്റ്റീവൻ സ്മിത്തുകളുടെ ICC അവാർഡുകൾ കൂട്ടിച്ചേർത്ത് വെച്ചാൽ പോലും കോഹ്ലിയോളം ആവുകയില്ല. ഇത് തന്നെ മതിയാകും അദ്ദേഹം മികച്ച ബാറ്റ്സ്മാനാണെന്ന് തെളിയിക്കാൻ. ക്രിക്കറ്റ് ലോകം ഇംപോസിബിൾ ടു ബ്രേക്ക് എന്ന് പറഞ്ഞ സച്ചിൻ രമേശ് ടെണ്ടുൽക്കറിൻ്റെ പല റെക്കോർഡുകളും കുറച്ച് ഇന്നിങ്സുകൾ കൊണ്ട് കോഹ്ലി മറികടക്കുകയുണ്ടായി. അന്ന് അദ്ദേഹത്തെ ലോകം ബഹുമാനത്തോടെ കിങ് എന്ന് വിളിച്ചു. IPL എന്ന ട്രോഫി അല്ലാതെ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിമർശിക്കാൻ വേറൊരു കാരണവും ഉണ്ടാവുകയില്ല. ഈ നൂറ്റാണ്ടിൽ അദ്ദേഹത്തെക്കാൾ മികച്ചൊരു ബാറ്റ്സ്മാനെ നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കാനും സാധിക്കുകയില്ല. കാരണം ഇത് വിരാട് കോഹ്ലിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൈം ഇയറായ 2016 നിലവിൽ ലോകത്തുള്ള എല്ലാ ക്രിക്കറ്ററിൻ്റെയും ഡ്രീമായിരിക്കും. അതിലും മികച്ചൊരു പ്രൈം ഇയർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുകയില്ല. അതെ, ഇപ്പോൾ കാണുന്ന ഇന്ത്യ ആയിരുന്നില്ല 2016 T20 വേൾഡ് കപ്പിന് ഇറങ്ങിയിരുന്നത്. ബാറ്റിംഗ് ഓർഡറിലെല്ലാം ഫോം ഔട്ടായ പ്ലേയേഴ്സായിരുന്നു. ആദ്യ മാച്ചിലെ ഇന്ത്യയുടെ തകർച്ച എല്ലാവർക്കും അവിശ്വസനീയമായിരുന്നു. 127 റൺസ് ചേസ് ചെയ്യുന്നതിനിടെ 79 റൺസിന് ഇന്ത്യ ആൾ ഔട്ടായി. ശേഷിക്കുന്ന മത്സരമെല്ലാം വൻ മാർജിനിൽ ജയിക്കണം എങ്കിലേ ഇന്ത്യക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാനാവുകയുള്ളൂ. പിന്നെ കണ്ടത് വിരാട് കോഹ്ലിയുടെ ഒറ്റയാൾ പോരാട്ടം. ബംഗ്ലാദേശിനൊരിക്കെ ബാക്കിയുള്ള എല്ലാ മാച്ചിനും കോഹ്ലി 50ക്ക് മേളിൽ സ്കോർ ചെയ്തു. ഇന്ത്യയുടെ മറ്റേ മികച്ച ബാറ്റ്സ്മാൻമാരായ ധോണി, രോഹിത് ടൂർണമെൻറ്റിലാകെ നേടിയത് 89 റൺസ്. കോഹ്ലി ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഇന്ത്യയെ സെമിഫൈനൽ വരെ എത്തിച്ചു. ഒരു പക്ഷേ കോഹ്ലിയും ഫോം ഔട്ടായിരുന്നെങ്കിൽ ഇന്ത്യ ആ ടൂർണമെൻറ്റിൽ ഏറ്റവും വലിയ നാണക്കേട് ഫേസ് ചെയ്യേണ്ടി വന്നേനെ. സെമിഫൈനലിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസുമായി തോറ്റെങ്കിലും കോഹ്ലിൻ്റെ റേഞ്ച് ഒരു നിമിഷത്തേക്കെങ്കിലും ലോകം മനസ്സിലാക്കിയിട്ടുണ്ടാവും. തീർന്നിട്ടില്ല. ഏഷ്യ കപ്പിലെ ഹൈ പ്രഷർ മാച്ചായ പാകിസ്ഥാനെതിരെയും കോഹ്ലി തൻ്റെ വീര്യപ്രകടനം പുറത്തെടുത്തിരുന്നു. 2016 ഇന്ത്യ ഏഷ്യ കപ്പ് നേടുമ്പോഴും കോഹ്ലിയുടെ കോൺട്രിബ്യൂഷൻ ടീമിനുണ്ടായിരുന്നു. 2016 IPL കോഹ്ലിക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും കോഹ്ലി ആ ടൂർണമെൻറ്റ് നേടി 973 റൺസ് ഇപ്പോഴും അൺബ്രേക്കബിളായി നിൽക്കുകയാണ്. 2016 ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ വിരാട്ടിയുടെ റെക്കോർഡ് ആരും ഇനി മറികടക്കാൻ പോകുന്നില്ല. ഒരു കലണ്ടർ ഇയറിൽ 4 ഇരട്ട സെഞ്ചുറി നേടുക എന്നുള്ളത് കോഹ്ലിയെ കൊണ്ട് മാത്രമേ പറ്റിയിട്ടുള്ളൂ. യെസ്, നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഫോമൗട്ടിൽ നിങ്ങൾക്ക് കോഹ്ലിയെ കളിയാക്കാം, എത്ര വേണമെങ്കിലും വിമർശിക്കാം. പക്ഷേ നിങ്ങളൊന്നും ഓർക്കണം, ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും ഒരേ സമയം മിങ്ങിത്തിളങ്ങി നിൽക്കാൻ കോഹ്ലിയേക്കാളും കഴിവുള്ള ഒരു പ്ലെയറിനെ നിങ്ങൾക്ക് ഒരിക്കലും മെൻഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. അയാൾ എത്ര ആഴങ്ങളിലേക്ക് പോയാലും അതിനേക്കാളും ഉയരത്തിൽ കുതിച്ചു പൊങ്ങാൻ അയാൾക്ക് സാധിക്കും. കാരണം എന്തെന്നാൽ ഇത് കോഹ്ലിയാണ്. അയാൾക്ക് ഫോം തിരിച്ച് വീണ്ടെടുക്കുക എന്നുള്ള കാര്യം വെറും നോർമലാണ്.